التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. إن شاء الله الحروف الهجائية അറബി അക്ഷരമാലയിലെ ദാൽ എന്ന ഹർഫിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. ദാൽ എന്ന ഹർഫിൻ്റെ ഉത്ഭവസ്ഥലം മഖ്റജ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു സാഇനെ കുറിച്ച്. ആ സാഇൻ്റെ അതേ മഖ്റജ് തന്നെയാണ്. രണ്ടിൻ്റെയും സ്ഥലം മഖ്റജ് ഒന്നാണ്. അഥവാ നാവിൻ്റെ അറ്റത്തിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ താഴേയറ്റവും ചേർത്തുകൊണ്ട് നമ്മൾ ദാൽ എന്ന ഹർഫ് ഉച്ചരിക്കും. അപ്പോൾ തർക്കീക്കോട് കൂടി അഥവാ സ്വരഭാരമില്ലാതെ സാഇനെ പോലെ തന്നെ ഉച്ചരിക്കേണ്ട ഒരു ഹർഫാണ്. രണ്ടിൻ്റെയും മഖ്റജ് ഒന്നാണ്. പക്ഷേ സാ ഉച്ചരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ശ്വാസസഞ്ചാരം നടക്കും. നേരെ മറിച്ച് ദാലിൽ അതില്ല, ശബ്ദസഞ്ചാരം നടക്കും. റഹാവ എന്നാണ് അതിന് പറയുക. എന്നാൽ ശ്വാസസഞ്ചാരം നടക്കുകയില്ല. അതുകൊണ്ട് ജഹ്ർ എന്ന സിഫത്താണ് ദാലിനുള്ളത്. ഇനി ചില പദങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ ഖുർആനിൽ നിന്ന്. ഉദാഹരണമായി ഇദാ എന്ന് ഖുർആനിൽ പല സ്ഥലത്തും വന്നിട്ടുണ്ട് ഫത്ഹോടുകൂടി ഇദാ. അതേപോലെ തന്നെ ദമ്മോടുകൂടി വന്നത് അഊദു. അതേപോലെ തന്നെ യൗമഇദിൻ അവിടെ വന്നിട്ടുണ്ട് കസ്റോട് കൂടി. ذَلِكَ അതേപോലെ സുക്കൂനോടുകൂടി തസ്ബഹു. അപ്പോൾ ഇങ്ങനെ പല കലിമത്തുകളും ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ലളിതമായി തന്നെ പ്രയാസമില്ലാതെ ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു ഹർഫാണ് ദാൽ. ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.